ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഊട്ടിയിലെ ഒരു ടീ ഫാക്ടറി ആൻഡ് മ്യൂസിയം, അതുകൂടെ അതിൻ്റെ കൂടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു സെക്ഷനും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. പോയിട്ട് പാർക്കിങ്ങിലേക്ക് ഇടാനുള്ള ഒരു സംവിധാനം ഇട്ട് നമ്മളിതാ അപ്പം ഫാക്ടറിയിലേക്ക് പോകണമെങ്കിൽ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു തൂക്കുപാലം പോലെ അവർ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു എൻട്രൻസിലേക്ക് പോകാൻ അത് പോകുന്ന വഴികളാണ്. ആ വഴി ഇപ്പോൾ നമ്മൾ ഇവിടെ 40 ഉറുപ്പ്യാണ് ഒരാൾക്ക്. അത് നമ്മൾ ടോക്കൺ എടുക്കുന്നതല്ല, ഇ പാസ്സാണ്. ഇ പാസ് മീൻസ് UPI വഴി പേ ചെയ്തിട്ട് അവർ ഇവിടെ സ്ലിപ്പ് തരും. അവരിതിൽ നമ്മൾ അടച്ച കാശ് നമ്മൾ സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുത്താൽ ഇവിടുത്തെ കാണിക്കും. നമുക്കത് കഴിഞ്ഞിട്ട് ഇതപ്പോൾ നേരെ നമ്മൾ കമ്പനീൻ്റെ എൻട്രൻസിലേക്ക്. ഇതിൽ നിങ്ങളുടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഒരുപാട് പണ്ടത്തെ ഇവരെ ഫാക്ടറിനെ സംബന്ധിച്ചിട്ടുള്ള ആളുകളെ മറ്റുള്ളതൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പച്ച തേയില വരികയാണ്. ഇവിടെ കഴുകി വൃത്തിയാക്കി ഇതിങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഈ ചോപ്പുകൾ ബോക്സ് ഉണ്ടോ, ഇത് കൺവെയർ വഴി അങ്ങനെ വരുന്നതാണ്. ആ കൺവെയർ വന്നിട്ട് ഈ കൺവെയറിൽ ഈ ബോക്സിൽ വന്നിട്ട് ഈ കൺവെയറിലേക്ക് വന്നിട്ട് കൺവെയറിൽ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വന്നിട്ട് ഈ പൈപ്പിലൂടെ താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോയിട്ട് ഇപ്പം നമ്മൾ ഇനി താഴോട്ട് പോവുകയാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങുകയാണ്. അപ്സ്റ്റെയറിന് അടുത്ത ഫ്ലോറിലേക്ക് ഇറങ്ങുകയാണ്. ഫ്ലോറിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ ഈ പൈപ്പ് ഇപ്പോൾ കാണാം. പൈപ്പ് വന്നിട്ട് ഈ പൈപ്പ് നേരെ താഴോട്ട് വന്നിട്ട് ഇത് പോകുന്നുണ്ടോ, ഈ പോകുന്ന അരഞ്ഞു വരുന്നത്. ഈ അരഞ്ഞു വരുന്നത് നേരെ ഒരു ബോയിലർ പോലെ, ഒരു സ്റ്റീമിൻ്റെ ബോയിലർ പോലെ ഒരു സംഗതി കാണാം. ഇതിപ്പോൾ ആ കൺവെയറിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആ ബോയിലർ പോലെ ഇത് അരഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോവുക. ഉള്ളിൽ നിന്ന് ഇത് പിന്നെ താഴോട്ട് വരികയാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഈ തേയിലിൻ്റെതാണ് കേട്ടോ. ഇവിടെ ഈ മെഷീൻ വെച്ചിട്ട് ഇത് ഇളക്കുകയാണ് കണ്ടോ. ഇളക്കിയിട്ട് അങ്ങനെ പോവുക. ഇത് പോയിട്ട് ഒരു ഹീറ്ററിലേക്ക് പോവുകയാണ്. ആ ഹീറ്ററിലേക്ക് പോയിട്ട് ഇതിപ്പോൾ അവരിതൊക്കെ പണിയെടുക്കുന്ന ആളുകളാണ് കേട്ടോ. നമ്മൾ 1-2 കുശലങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ എന്താണ് ഏതാണെന്നൊക്കെ കുറച്ചൊക്കെ ചോദിച്ചറിഞ്ഞ് അതൊന്നും ഞാൻ വീഡിയോയിൽ ആ ശബ്ദമൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം മെഷീൻ്റെ ശബ്ദം കൊണ്ട് ഭയങ്കര ഒരു അലർട്ടാണ്. അപ്പോൾ അത് ഒരു ഹീറ്ററിലൂടെ വന്നിട്ട് ഇപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി കണ്ടോ, തെറിച്ച് വരുന്നത്. ഈ തെറിച്ച് വരുന്നത് ഇതിലൂടെ എങ്ങനെ ഇറങ്ങും. ഈ ഇറങ്ങിയിട്ട് ഇത് വഴി വന്നിട്ട് താഴോട്ട് ഈ പാക്കിംഗ് ആണ്. ഇതുണ്ടോ ഇത് വഴി വന്നിട്ട് ഇത് പാക്കിങ്ങിൻ്റെ സെക്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാം. എല്ലാ സംഗതികളും ഞാനിപ്പോൾ 2 പാക്കറ്റ് വാങ്ങിയത് ഇതാണ്ടോ, പാക്ക് ചെയ്ത് വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നത് ഇതാണ്ടോ, ഒരു ട്രേ ആണ്. ആ ട്രേയിൽ പല എൻട്രൻസും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ തിരഞ്ഞ് തടി കൂടിയത്, തടി കുറഞ്ഞത്, ഏറ്റവും നൈസ്, അപ്പോൾ ആ ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിൽ അങ്ങനെ തിരഞ്ഞ് ഓരോ ചാക്കിലേക്ക് ആക്കുക. ഇതിപ്പോൾ ആളുകളൊക്കെ വിസിറ്റ് ചെയ്യാണ്. മേലെ ഇതാണ്ടോ സ്റ്റോർ ചെയ്ത് ആ ചായപ്പൊടിൻ്റെ സ്റ്റോർ ചെയ്താണ്. ഹോം മെയ്ഡ് ടീ എന്നാണ് ഇതിൻ്റെ പേര്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങാണ്. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഭാഗം താഴോട്ട് നിന്നാണ് കാണിക്കുന്നത്. താഴോട്ട് ഇവർ എല്ലാ വരുന്ന ആളുകൾക്കും അവരെ വക ഒരു ചായ ഉണ്ട്. അവരെ തേയില കൊണ്ട് ഉണ്ടാക്കിയ സ്പെഷ്യൽ ചായ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അവരുണ്ടാക്കിയത് കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, നല്ല ടേസ്റ്റാണ്. പക്ഷേ ആ ചായപ്പൊടി ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ പഴയ ചായപ്പൊടി ഉള്ളതുകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പം എല്ലാവർക്കും ചായ ഉണ്ട്. എല്ലാവർക്കും ആ ചായ കഴിഞ്ഞ് നമ്മളൊരു വേറെ സ്ഥലത്ത് വന്നിട്ട് പാത്രത്തിൽ ആ ഗ്ലാസ്സോടെ വെക്കുക. ഇപ്പോൾ താഴെ വരുന്ന പാക്കിങ് സെക്ഷൻ ഉണ്ടല്ലോ, ആ ഗ്ലാസ് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് വിസിറ്റേഴ്സ് ഉള്ളിലേക്ക് കടക്കാതെക്കാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്തൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അതാണ് ഞാൻ മുകളിൽ കാണിച്ച പോലെ തന്നെ ഓരോ ചാക്കിൽ സെപ്പറേറ്റ് ഇട്ട് നമ്മൾ തിരഞ്ഞെറിഞ്ഞ് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നുള്ള ആ രൂപത്തിൽ തിരഞ്ഞെറിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇനി സ്റ്റാളിലേക്ക് കണ്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്നെ അറിയിക്കുക. നമ്മളെ പ്രചോദനം അതാണല്ലോ, നമ്മളെ ഉത്സാഹവും അതാണ്. നിങ്ങൾ ഓരോ കമൻറ്റിനും നമുക്ക് ഒരുപാട് വാല്യൂ ഉണ്ട്. അപ്പം ആ സ്റ്റാളിൽ പല സ്റ്റാളിൽ വരെ ചായപ്പൊടി ഉണ്ട്, കാപ്പിപ്പൊടി ഉണ്ട്, മസാല ചായ ഉണ്ട്, മറ്റുള്ള ചായ ഉണ്ട്. അതുപോലെ തന്നെ ഏലക്കായ് വെക്കുന്നുണ്ട്, കറാമ്പട്ടുണ്ട്, പൂവുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ്, അതായത് ഈ ലിക്വിഡ്, മറ്റേ യൂക്കാലിപ്സിൻ്റെ മറ്റേ ലിക്വിഡ്, മുഖത്ത് ഫേഷ്യൽ ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള പല ജാതി സാധനങ്ങൾ ഇതുണ്ടോ, പല ജാതി സാധനങ്ങൾ. അതുപോലെ തന്നെ പലതുണ്ട്. എനിക്കറിയില്ല എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ ഹെർബൽ ഐറ്റംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. എന്താണ്ടോ ഇവരൊക്കെ ഹെർബലിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ക്യാഷിൻ്റെ കൗണ്ടർ, അങ്ങനെ ക്യാഷിൻ്റെ ഒരു നീണ്ട നിരയാണ് കണ്ടോ. ഇതൊക്കെ ഉണ്ട്. ഫേസ് മാസ്ക്, കാര്യങ്ങൾ, സ്ക്രബ്. അപ്പോൾ ഇത് മിഠായി, ഇവരുണ്ടാക്കുന്ന മിഠായികളാണ്, ചോക്ലേറ്റ് മിഠായികൾ. ഇത് എല്ലാവർക്കും ഇതിന് ഓരോന്ന് എല്ലാവർക്കും സാമ്പിൾ കഴിക്കാൻ തരും. സാമ്പിളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ
പോയിട്ട് നേരെ സാധനം വാങ്ങണം. സാധനം വാങ്ങാൻ ഇതാകണ്ട ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. സാമ്പിൾ കിട്ടി നമ്മൾ മുകളിലോട്ട് ഇറങ്ങാം. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മെഷീനാണ്. ഈ മെഷീനിൽ ഇങ്ങനെ വിട്ട് ഇത് വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ വന്ന് ഇതുണ്ടോ, ഇതൊക്കെ ഉണ്ടാക്കുന്ന സെക്ഷനാണ്. ഇതിൽ ഇനി പല ജാതി ചോക്ലേറ്റുകളുണ്ട്, പല ജാതി ചോക്ലേറ്റ്. അതായത് ബദാമിൻ്റെ ടേസ്റ്റിലെ ചോക്ലേറ്റ്, പിസ്താച്ചോ ടേസ്റ്റിലെ ചോക്ലേറ്റ്, അതുപോലെ എന്താ പറയുക ബട്ടർ സ്കോച്ച്, അങ്ങനെ വേണ്ട പല ജാതി ഐറ്റംസ് ചോക്ലേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്രീം ഐറ്റംസ് ഉണ്ട്, പല ജാതി ഐറ്റംസ് ഉണ്ട്. നമ്മൾ 1-2 ഐറ്റംസ് വാങ്ങി, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ കുട്ടികൾക്ക് സാമ്പിൾ നോക്കാതൊക്കെ ഇതുണ്ട്. ആൽമോണ്ട് അങ്ങനെ പല വിഭവങ്ങൾ, പല രീതിയിൽ പല വിഭവങ്ങൾ എന്ന് പറയുന്നില്ലേ എന്നതുപോലെയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അടിച്ചൊരിങ്ങനെ അങ്ങനെ മുട്ടായി ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ്. ഇതൊക്കെ അത് വാങ്ങി ഇതാണ്ട താഴെ കണ്ടോ ആ വെള്ള കളറ്, അത് ഈ മിൽക്കിലുണ്ടാക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അതും ഒരു ഐറ്റംസ് വാങ്ങി. ഇതൊക്കെ ഓരോന്ന് കുറച്ച്, കാരണം ഒരു ഗ്രാമിന് 300 റുപ്യ, 150 റുപ്യ, 200 റുപ്യ, 400 റുപ്യ, അല്ല സോറി 100 ഗ്രാമിന്, 1 ഗ്രാമല്ല 100 ഗ്രാമിന്. അപ്പോൾ നല്ല വില ഉണ്ട് മിഠായിക്കൊക്കെ. 150, 200, 180, 200, 300, 400 അങ്ങനെയുള്ള. അപ്പോൾ നമ്മൾ 1-2 ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ ലക്ഷം കറാമ്പട്ട പൂവ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ ബാഗ്, ചെരുപ്പ് അങ്ങനെയുള്ള ഐറ്റംസിലേക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പുറത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. പോകുന്ന വഴിക്ക് ചായ ഉണ്ടാക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കാം. എല്ലാവരും കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ താങ്ക് യു. അസ്സലാമു അലൈക്കും.